ഹലോ, ഞാൻ ലിബിൻലി. അപ്പൊ ഞാൻ ഇന്നിപ്പോ ഒരു വീഡിയോ ഇപ്പൊ 2-3 ദിവസമായിട്ട് കാണുന്നു. പിന്നെ അതിന്റെ ഒരു ഫുൾ ഡീറ്റെയിലിൽ നിന്ന് തപ്പി പിടിച്ചെടുക്കാൻ നോക്കി, പക്ഷെ കിട്ടിയില്ല. കാരണം ഫേസ്ബുക്കിലും കണ്ടതാണ് ഞാൻ കണ്ടത്, പിന്നെ യൂട്യൂബിൽ നോക്കിയപ്പോഴും കണ്ടു. പക്ഷെ അത് ചെറിയ ചെറിയ റീലായിട്ടാ. അതായത് ഒരു റീൽ എന്ന് പറഞ്ഞാൽ ഒരു 40 സെക്കൻഡോ അത്രയും കണ്ടൊക്കെ ദൂരമുള്ള ഒരു റീലാണ്. പക്ഷെ ആ ഒരു സാധനം കണ്ടപ്പോ ഒരു പക്ക ഒരു സിനിമ കണ്ട ഒരു ഫീല് എനിക്ക് കിട്ടിയായിരുന്നു. കിഡില സൗണ്ട് എന്ന് പറഞ്ഞാൽ മറ്റേ ബിജിഎമ്മും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എല്ലാവരും നല്ല കിഡിലിനായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഇനിയിപ്പോ അത് വന്നിട്ടുണ്ട്. അതായത് സംഭവം നല്ല കിഡിലിനായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്ന് ഡൗൺലോഡ് ചെയ്തു. അതൊന്ന് നിങ്ങളൊന്ന് കേട്ടു തരാമെന്ന് വിചാരിച്ചു. കാരണം നിങ്ങളും കൂടി ഒന്ന് കണ്ടു നോക്ക്. സംഭവം നല്ല കിഡില. അതായത് എന്താ പറയണ, ഒരു ചേട്ടനും അനിയനും തമ്മിലുള്ള ഒരു ഇത് പറയണ്ട, ഒരു കണക്ഷൻ പറയണ്ട. അതെ, എന്തായാലും കണ്ടുപോയിട്ട് ഞാൻ പറയാം. ഇവിടെ തുടങ്ങി കണ്ടു. ഇനിയിപ്പോ നമ്മളെവിടെയെങ്കിലൊക്കെ നോക്കാന്നല്ലാണ്ട്. എടാ മോനെ, അപ്പുറത്തേക്ക് ഇരിക്കട്ടെ, ഏട്ടന്മാരിക്കട്ടെ. ഏട്ടന്മാരിക്കട്ടെ. ചോറ അത് ആ ചേർക്ക് അവിടെ മര്യാദക്ക് ഇരിക്കുന്ന സമയത്ത് ഇവന്മാര് വന്ന് മെക്കിട്ട് കയറണ്ട. വേറെ അത്രേ സീറ്റുകളുണ്ട്. അതൊരു ചോറ കട്ടുണ്ട്. എന്തായാലും ഞാനൊക്കെ ഇറങ്ങി ഓൺ ദ സ്പോട്ടിൽ ആ പറഞ്ഞ വഴിയാണ് ഞാൻ പിടിച്ചു തല്ലിയാണ്. കാരണം അത്രയ്ക്ക് പാടില്ലല്ല. എന്തായാലും കണ്ടോക്കാം. അവനവിടെ മര്യാദക്ക് പോയി. നമ്മള് പറഞ്ഞു വരുമ്പോളേ പഞ്ചാരല്ല പഞ്ചാരന്റെ കൊണ്ടാ ചൊറിയണോ. മറ്റവൻ മര്യാദക്ക് അവന്റെ ജോലി നോക്കിയിരിക്കുന്നത്. അവിടെ ഹെഡ്ഫോണും വെച്ച് അവന്റെ ജോലി മര്യാദക്ക് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാ. അപ്പൊ അവനെ കയറി ചൊറിഞ്ഞിട്ട് ഇനി അടുത്ത് ആ കൈ പിടിച്ചുകൊണ്ട് തിരിച്ചോടിക്കണം. അത് തന്നെയാണ് വേണ്ടത്. എടാ എന്നോടാണ് പഞ്ചാര നാടാ. അത് തന്നെ ഞാൻ ഉദ്ദേശിച്ച സംഭവം തന്നെ. എന്തായാലും കൊള്ളാം. ഞാനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യുള്ളൂ. കാരണം അത്രയ്ക്ക് പാടില്ലല്ല. ഒരാളവിടെ വെറുതെ ഇരിക്കുമ്പോ അയാളെ പോയി വെറുപ്പിക്കാന്ന് പറഞ്ഞാൽ ശരിയല്ല. ഇതുവരെ ഒരു വീഡിയോ ഒരു റീലായിട്ട് വന്നു. ഇത്രയും വരെ, അതായത് 27 സെക്കൻഡ് കണ്ട ഒരു വീഡിയോ ഇതുവരെ വന്നു. ഇനി അതിന്റെ അടുത്ത ഭാഗമാണ്. അതായത് യങ്ങർ ബ്രദർ എന്ന് പറഞ്ഞു വന്ന, അത് യങ്ങറല്ല, എൽഡർ ബ്രദർ എന്ന് പറഞ്ഞു. അതായത് ഇപ്പൊ കണ്ടവൻ അനിയനാണെങ്കിൽ ഇവരെ ചേട്ടനെ വിളിക്കുന്നുണ്ട്. അപ്പൊ ചേട്ടന്റെ വീഡിയോ ആണ് ഇനി കാണാൻ പോകുന്നത്. എന്തായാലും അതും കൂടി ഒന്ന് കണ്ടോക്കാം. എന്തായാലും രസമായിട്ട് എനിക്ക് തോന്നിയിരുന്നത്. അതാണ് ഞാൻ നിങ്ങളെ കൂടി കാട്ടാന്ന് വിചാരിച്ചു. ഇവൻ അന്നേ നിലക്കിർത്തണ്ടായിരുന്നു. കൈ ഒടിച്ചിട്ടാ വന്നേക്കുന്നേ. ഞാൻ കേസിന് പോകാൻ വേണ്ടി പോണ പ്രേംകാമാര് ഇവിടെയും കയറി കൊണ്ടടിക്കാൻ നിൽക്കുകയാണെങ്കിൽ അവന്റെ മറ്റേ കഴിഞ്ഞാൽ ഓടിക്കും. എടാ ഇവിടെ ഇരിക്കേ, ഞാൻ പോയിട്ട് വരാം. നാച്ചുറൽ അഭിനയം. അതായത് ഈ ചേട്ടൻ എന്ന് പറഞ്ഞ പുള്ളിയുടെ നാച്ചുറൽ അഭിനയം. കാരണം അത്രയും ഒരു സംഭവം വരുമ്പോ അവൻ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റില്ല. കാരണം പ്രായത്തിന്റെ പക്വത കാണിക്കണ്ടേ. ആ ഒരു കറക്റ്റ് നാച്ചുറൽ അഭിനയ. എന്തായാലും അത് കൊള്ളാം. പുള്ളി മര്യാദക്ക് വരുമാരുടെ അടുത്ത് പോകണം. ബ്രോ, അവനക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാ. നിങ്ങൾ എന്ത് കോമ്പൻസേഷൻ വേണം ചോദിച്ചു, ഞാൻ അറേഞ്ച് ചെയ്യാം. ശരിയാ. ഇങ്ങനെ ഇത്ര നാച്ചുറൽ അഭിനയാണ്. പിന്നെ എന്താ നാച്ചുറൽ അഭിനയം ഒരു കുഴപ്പമില്ല. കാരണം ഇങ്ങനെയൊക്കെ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ ആർക്കായാലും. അതിപ്പോ മമ്മൂട്ടി ആയാലും മോഹൻലാലായാലും അങ്ങനെയൊക്കെ തന്നെ ചെയ്യുള്ളൂ. നിന്റെ അനിയൻ എന്നെ അത്ര ആൾക്കാരെ മുന്നിൽ വെച്ച് കാട്ടിയന് കോമ്പൻസേഷൻ അല്ലേ? നീ ഒരു കാര്യം ചെയ്, നിന്റെ അനിയനോട് അതേ സ്ഥലത്ത് തുണിയിലാണ് നിൽക്കാൻ പറ. ഇവന്മാര് ചൊറയാന്നേ. അത് കാണവന് തോന്നും അവനെ പിടിച്ച് തല്ലണമെന്ന്. അതായത് ഈ വന്ന പയ്യന്മാരില്ലേ, അവ കാണുമ്പോ അവന്മാരെ അവർ തല്ലണമെന്ന് നമ്മൾ കാണണം എല്ലാവർക്കും തോന്നും. അമ്മാതിരി ഒരു വെറുപ്പിക്കലാണ് ആ മുണ്ടെടുത്ത ആ കൈയൊടിഞ്ഞവൻ വെറുപ്പിക്കുന്നത്. നമുക്കിത് നല്ലപോലെ തീർത്തൂടെ? മര്യാദക്കാണ് ആ പുള്ളി പറയുന്നത്. രണ്ടു കൂട്ടർക്കും നഷ്ടമില്ലാത്ത രീതിയിൽ. അതേടാ, നല്ല രീതിക്ക് തീർക്ക. നീ ഒരു കാര്യം ചെയ്, ആ നായിന്റെ മോനോട് നമ്മള് വിചാരിച്ച സമയത്ത് അവിടെ അടിപൊളിയല്ല. ഇതൊക്കെയാണ് അത് അതിന്റെ ബ്രില്യൻസ് ആണ്. ഈ ഇത് ചെയ്തതാരായാലും ഈ കഥ എഴുതിയതായാലും അവരുടെ ബ്രില്യൻസ് ആണത്. നമ്മൾ വിചാരിക്കണ പോലെ തന്നെ അവിടെ അടിപൊട്ടി. അതാണ് വേണ്ടത്. അതാണ് കാണുന്ന ഒരു പ്രേക്ഷകന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന സംഭവം. എന്തായാലും കിട്ടില്ലെന്നാണ്. അത് കഴിഞ്ഞ ബിജിഎം വേണ്ട, അതൊക്കെ കിട്ടില്ല. യങ്ങർ ബ്രദർ
ആ BGM ഒക്കെയാണ്, അതൊക്കെയാണ് കിട്ടില്ലേ. ആ അതായത് രണ്ട് ഇതായിട്ടാണ്. ആദ്യം കെട്ടുന്നത് യങ്ങർ ബ്രദർ, ഇപ്പൊ കട്ടുന്നത് എൽഡർ ബ്രദർ. എന്തായാലും പോലീസ് സാധനം. ഇതൊക്കെ പടച്ചു വിട്ടുന്നവർക്ക് എന്തായാലും നല്ല കഴിവുണ്ട്. എന്തായാലും നാളെ ഭാവിയിലേക്ക് സിനിമയിലേക്ക് വരാനുള്ള ഒരു ചാൻസും കാണുന്നുണ്ട്. എന്തായാലും നല്ല രീതിയിൽ വരട്ടെ അവര്. കാരണം എന്തായാലും കയറി വരും. കാരണം ഇത്രയും സെറ്റപ്പായിട്ട് ആക്ട് ചെയ്യാൻ, ഇത്രയും നന്നായിട്ട് ആക്ട് ചെയ്യാന്നുണ്ടല്ലോ, അവരെന്തായാലും സിനിമയിലേക്ക് വരും. അതിനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. എന്തായാലും വരട്ടെ, എന്തായാലും മലയാള സിനിമയിലേക്ക് വരട്ടെ. ഇനി ഇതിന്റെ രണ്ടാം ഭാഗം അല്ല, ഇതിന്റെ അടുത്ത ഭാഗം എന്ന് പറഞ്ഞ വേറൊരു സംഭവമുണ്ട്. അത് കണ്ടോ, അത് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് 3 ഭാഗമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആദ്യം ഒരു യങ്ങർ ബ്രദർ, പിന്നെ എൽഡർ ബ്രദർ, പിന്നെ ഈ സാധനം സെക്കൻഡ് പാർട്ട് എന്നും പറഞ്ഞു തരുന്നത്. അതൊന്നും കണ്ടു.